കുട്ടികളെ ഇത് രണ്ട് ബൺ ആയിക്കോട്ടെ, ബൺ ബൺ തിന്നുന്ന ബൺ ആയിക്കോട്ടെ. ഒരു കാര്യം ചെയ്യാം, ആ രണ്ട് ബണ്ണിൻ്റെ ഇടയിൽ ഞാനൊരു കട്ട്ലേറ്റും വെക്കുക, കുറച്ച് മസാലയും വെക്കുക. ഐ മീൻസ് കട്ട്ലേറ്റ് ആണ് വെച്ചിരിക്കുന്നത്, കുറച്ച് മസാലയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഈ ബണ്ണിനെയും കട്ട്ലേറ്റിനും ഇതിനൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്റ്റിക്കും വെക്കുക. ഇതിന് മേലെ ഒരു സ്റ്റിക്ക് നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ബണ്ണിൻ്റെയും കട്ട്ലേറ്റിൻ്റെയും കോമ്പിനേഷനാണ് ഇത്. പക്ഷെ നമ്മൾ ഇതിൻ്റെ പേര് പറയാം, അതിന് വേറൊരു പേരാ പറയാം. വി കോൾ ഇറ്റ് ആസ്, അതിന് പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് ആസ് ബർഗർ എന്നാ പറയാം. ഇറ്റ് ഇസ് എ ബർഗർ ആണ്. അതുപോലെ നോക്കിക്കോളെ, ഇതൊരു ബിഗ് മോളിക്യൂളാണ്. ഇറ്റ്സ് എ ബിഗ് മോളിക്യൂൾ. ദാറ്റ് ഇസ് ക്രൗൺ ഈതേഴ്സ് എന്നൊക്കെ പറയാം. ഒരു എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതുപോലത്തെ ഇത് ക്രൗൺ ഈതേഴ്സ് ആണെന്ന് നിർബന്ധമില്ലേ, ഒരു ബിഗ് മോളിക്യൂൾ കൺസിഡർ ചെയ്യുക. ആ ബിഗ് മോളിക്യൂളിന്റെ മധ്യഭാഗത്ത് സംടൈംസ് there will be a cavity. Cavity means ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഗ്യാപ്പിലേക്ക് ഞാൻ മറ്റൊരു മോളിക്യൂളിനെ, വേറൊരു മോളിക്യൂളിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ you will get an aggregation of molecule, അല്ലെ കോമ്പിനേഷൻ ഓഫ് ടു മോളിക്യൂൾ ഉണ്ടാവും. അങ്ങനെ ഈ അഗ്രിഗേഷൻ ഓഫ് മോളിക്യൂളിന് പറഞ്ഞ പേര്, ഒരു പുതിയൊരു ടൈപ്പ് ഓഫ് മോളിക്യൂൾ ആണ്. ആ മോളിക്യൂളിന് പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് ആസ് സുപ്രാ മോളിക്യൂൾ എന്നാണ് പറയാം. വി കോൾ ഇറ്റ് ആസ് സുപ്രാ മോളിക്യൂൾ. അങ്ങനെ സുപ്രാ മോളിക്യൂളിനെ പറ്റി പഠിക്കുന്ന കെമിസ്ട്രി, ദാറ്റ് ഈസ് വി കോൾ ഇറ്റ് ആസ് സുപ്രാ മോളിക്കുലാർ കെമിസ്ട്രി എന്നാ പറയാം. ഇനി എന്താണ് വ്യത്യാസം നോക്കുക. സാധാരണ കെമിസ്ട്രിയിലെ നമ്മൾ മോളിക്യൂളുകളെ പറ്റിയാണ് പഠിക്കുക. മോളിക്യൂളിലുള്ള ഡിഫറെന്റ് ബോണ്ടുകളെ പറ്റി പഠിക്കും. കെമിക്കൽ ബോണ്ടിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കോവാലന്റ് ബോണ്ട്, അയോണിക് ബോണ്ട്, കോഓർഡിനേറ്റ് ബോണ്ട് പോലത്തെ ബോണ്ടിനെ പറ്റി നമ്മൾ പഠിക്കും. മോളിക്യൂളിൽ അടങ്ങിയിരിക്കുന്നത്, അത് ഫോർ എക്സാമ്പിൾ H2O പറ്റി പഠിക്കുകയാണെങ്കിൽ H2O വാട്ടർ മോളിക്യൂളിലുള്ള ഈ ബോണ്ടുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാം. പക്ഷെ സൂപ്രാ മോളിക്കുലാർ കെമിസ്ട്രിയിലെ നോക്കുക, ഇതൊരു മോളിക്യൂളാണ്, ഇതൊരു ബിഗ് മോളിക്യൂളാണ്. അങ്ങനെയാകുമ്പോൾ ഈ മോളിക്യൂളും നമ്മൾ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അത് സാധാരണയായിട്ട് കെമിക്കൽ ബോണ്ട് ആയിരിക്കില്ല, ഫിസിക്കൽ ബോണ്ടുകളാണ്. എക്സാമ്പിൾ ഡൈപോൾ അട്രാക്ഷൻ, ഹൈഡ്രജൻ ബോണ്ടിങ്, വാണ്ടർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പോലത്തെ ഫിസിക്കൽ ബോണ്ട് ആയിരിക്കും ഈ മോളിക്യൂളും തമ്മിൽ ഉണ്ടാകുക. അങ്ങനെയാകുമ്പോൾ സൂപ്രാ മോളിക്യൂൾ കെമിസ്ട്രി ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് aggregation of molecules. Here we'll deals with the interaction between different molecules. That interaction is usually ഈ പറഞ്ഞിരിക്കുന്ന ഈ ഫിസിക്കൽ ഫോഴ്സുകളെ പറ്റിയായിരിക്കും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇതാണ് ട്രഡീഷണൽ കെമിസ്ട്രിയും സൂപ്രാ മോളിക്കുലർ കെമിസ്ട്രിയും തമ്മിലുള്ള വ്യത്യാസം. ട്രഡീഷണൽ കെമിസ്ട്രിയിൽ മോളിക്യൂളിലുള്ള കോവാലന്റ് അയോണിക് ബോണ്ട് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. സൂപ്രാ മോളിക്കുലർ കെമിസ്ട്രിയിൽ മോളിക്യൂളുകൾ തമ്മിലുള്ള ഫിസിക്കൽ ബോണ്ടിനെ പറ്റിയാണ് നമ്മൾ കൂടുതലും ഡിസ്കഷൻ നടത്തുക. ഓക്കെ, ഇനി നമുക്ക് സൂപ്രാ മോളിക്കുലർ കെമിസ്ട്രിയിൽ സം ടേംസ് പരിചയപ്പെടാം. വൺ ഇസ് വി ഈക്വൽ ടു ഹോസ്റ്റ് എന്നാണ് പറയാം. വാട്ട് ഇസ് ഹോസ്റ്റ് മീൻസ്? ഐ ടോൾഡ് യു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബിഗ് മോളിക്യൂൾ ഉണ്ടാവും. ദിസ് ഇസ് എ ബിഗ് മോളിക്യൂൾ ആണ്, ഇതൊരു ബിഗ് മോളിക്യൂൾ ആണ്. അതിന്റെ ഇടയിൽ എന്തുണ്ടെന്ന് അറിയാം, ഒരു ക്യാവിറ്റി ഉണ്ട്. എ ക്യാവിറ്റി ഈസ് ദാറ്റ് ഈസ് എ ക്യാവിറ്റി യു ക്യാൻ ഡ്രോ ജസ്റ്റ് ലൈക്ക് ദിസ് വൺ. ഇതുപോലത്തെ ഒരു ക്യാവിറ്റി ഉണ്ടെന്ന് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ബിഗ് മോളിക്യൂളിന് പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് ആസ് ഹോസ്റ്റ് മോളിക്യൂൾ എന്നാ പറയാം. ഈ ഹോസ്റ്റ് മോളിക്യൂളിന് ഒരു കണ്ടീഷൻ ഉണ്ട്, ഇറ്റ് ഷുഡ് ഹാവ് എ കോംപ്ലിമെന്ററി ബൈൻഡിങ് സൈറ്റ്. ഒന്നും തന്നെയല്ല, ദാറ്റ് ഈസ് ഇതുപോലത്തെ ക്യാവിറ്റികൾ ഉണ്ടായിരിക്കണം. സാധാരണയായിട്ട് ഈ ഹോസ്റ്റ് മോളിക്യൂൾസ് ഒരു ലൂയിസ് ബേസുകളായിരിക്കും. നിങ്ങൾക്കറിയാം ലൂയിസ് ബേസിന്റെ പ്രത്യേകത, ദേ ഹാവ് ലോൺ പേസ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ദേ ഹാവ് ഇലക്ട്രോ അല്ലെങ്കിൽ ഡോണർ ആറ്റമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഹോസ്റ്റ്. ഹോസ്റ്റ് മീൻസ് ആതിഥേയൻ. എപ്പോഴും ആതിഥേയൻ ബിഗ് മോളിക്യൂൾ ആയിരിക്കണം. ഓക്കെ, സെക്കൻഡ് ടേം ആണ് ദാറ്റ് ഇസ് ഗസ്റ്റ്, അതിഥി. അപ്പൊ ഞങ്ങൾ നേരത്തെ പറഞ്ഞു ദിസ് ഇസ് എ ഹോസ്റ്റ് മോളിക്യൂൾ ആയിക്കോട്ടെ. അവിടെ ഒരു ക്യാവിറ്റി ഉണ്ട്, ആ ക്യാവിറ്റിയിലേക്ക് ഒരു അതിഥി വരണ്ടേ. ആ അതിഥിയെ പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് ആസ്, നമ്മൾ സാധാരണ പറഞ്ഞ ടേം വി കോൾ ഇറ്റ് ആസ് എന്താ പറയാ, ഗസ്റ്റ് എന്നാണ് പറയാ. സാധാരണയായിട്ട് ഈ ഗസ്റ്റ് മോളിക്യൂൾ എപ്പോഴും ചെറിയ മോളിക്യൂൾ ആയിരിക്കും. അത് ഒരു കാറ്റയോൺ ആകാം, ആനയോൺ ആകാം, അയോൺ പെയർ ആകാം, അല്ലെങ്കിൽ ഹോർമോണുകളാകാം, ഫിറോമോൺസുകളാകാം, എക്സെട്ര, അല്ലെങ്കിൽ ന്യൂറോൺ ട്രാൻസ്മിറ്റേഴ്സ് ആകാം. ഇവയൊക്കെയാണ് സാധാരണയായിട്ട് ഗസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് ഹോസ്റ്റ് ഒരു ലൂയിസ് ബേസ് ആണ്. അപ്പൊ സാധാരണ കേസിൽ അങ്ങനെയാകുമ്പോൾ ഗസ്റ്റ് വിൽ ബി എന്തായിരിക്കും, ഒരു ലൂയിസ് ആസിഡുകളായിരിക്കും. മൂന്നാമത്തെ ടേം ആണ് ദാറ്റ് ഈസ് ഹോസ്റ്റ് ഗസ്റ്റ് കോംപ്ലക്സ്. ഐ ടോൾഡ് യു ഹോസ്റ്റിന്റെ സ്ട്രക്ചർ ഇങ്ങനെ, ഗസ്റ്റിന്റെ സ്ട്രക്ചർ ഇങ്ങനെ. അങ്ങനെയാകുമ്പോൾ ഈ ഹോസ്റ്റിലേക്ക് ഗസ്റ്റ് മോളിക്യൂൾ വരുമ്പോൾ യു വിൽ ഗെറ്റ് എ ന്യൂ കോമ്പൗണ്ട് കിട്ടും.
ആ കോമ്പൗണ്ടിന് പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് ആസ് ഹോസ്റ്റ് ഗസ്റ്റ് കോംപ്ലക്സ് എന്നോ അല്ലെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ജനറലി നോൺ ആസ് സൂപ്രാമോളിക്യൂൾ എന്നാണ് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഗസ്റ്റും ഈ ഹോസ്റ്റും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. സാധാരണ കേസിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഡൈപോൾ അട്രാക്ഷൻസ്, വാണ്ടർവാൾസ് അട്രാക്ഷൻസ് എക്സെട്ര എക്സെട്ര, അതുപോലത്തെ വീക്ക് ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അടുത്തൊരു ടേം ആണ് ദാറ്റ് ഈസ് റെക്കഗ്നീഷൻ, തിരിച്ചറിയൽ. അതായത് ഞാൻ പറഞ്ഞു പ്രകൃതിയിൽ ഒരുപാട് സൂപ്രാമോളിക്യൂൾസ് ഉണ്ട്. അവിടെ ഒരു ഹോസ്റ്റ് മോളിക്യൂൾ ഉണ്ടാവും, ഒരുപാട് ഗസ്റ്റ് മോളിക്യൂൾ ഉണ്ടാവും. ഇതുപോലത്തെ ഒരു ഗസ്റ്റ് മോളിക്യൂൾ, ഇതുപോലത്തെ ഗസ്റ്റ് മോളിക്യൂൾ, ഇതുപോലത്തെ ഗസ്റ്റ്, ഇഷ്ടംപോലെ ഗസ്റ്റ് മോളിക്യൂൾ ഉണ്ട്. അപ്പൊ പ്രകൃതിയാണ്, നാച്ചുറലി ആണെങ്കിൽ ഹോസ്റ്റ് മോളിക്യൂള് ഈ തന്ന ഗസ്റ്റ് മോളിക്യൂളിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഗസ്റ്റിനെ കണ്ടുപിടിക്കുക, ഐ മീൻസ് തിരിച്ചറിയുക, ഐ മീൻസ് റെക്കഗ്നൈസ് ചെയ്യുക. അത് നമ്മൾ പറയാം ഈക്വൽട്ടസ് റെക്കഗ്നീഷൻ എന്ന് പറയാം. അത് പ്രകൃതി തന്നെ അത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഇനി അതല്ല, നമ്മൾ ആർട്ടിഫിഷ്യൽ നമ്മൾ ലബോറട്ടറിയിൽ ഒരു സൂപ്രാമോളിക്യൂൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഹോസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യും. ആൻഡ് നെക്സ്റ്റ് സ്റ്റേജസ് യു ഹാവ് ടു റെക്കഗ്നൈസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗസ്റ്റിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ ഇതിനെ പറ്റിയിട്ട് ഐ മീൻസ് ഇത് ചുമ്മാ ഇതിന് ഏതെങ്കിലും ഒരു മോളിക്യൂൾ ഇവിടെ ഇൻസേർട്ട് ചെയ്യേണ്ട വലിയ കാര്യമൊന്നുമില്ല. ആ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൂപ്രാമോളിക്യൂളിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടീസ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിരിക്കണം. Therefore, we can say that recognition is not mere a simple binding. ചുമ്മാ ബൈൻഡിങ് മാത്രമല്ല, ഇറ്റ് ഈസ് എ പർപ്പസ്ഫുൾ ബൈൻഡിങ്. എന്തെങ്കിലും ഉദ്ദേശത്തോട് കൂടിയിട്ട് ഗസ്റ്റ് മോളിക്യൂളിനെ ഇതിന്റെ മേലെ ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് ആസ് റെക്കഗ്നിഷൻ എന്നാ പറയാം. അങ്ങനെ ഈ റെക്കഗ്നേഷൻ പറ്റിയ ഐഡിയാസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഈ ഉണ്ടായിരിക്കുന്ന മോളിക്യൂളിന്റെ കൈനറ്റിക്, തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി, അതേപോലെ തന്നെ എന്തായിരിക്കും ഇവിടുത്തെ ഹോസ്റ്റ് മോളിക്യൂളിന്റെ ആ കാവിറ്റിയുടെ സ്ട്രക്ചർ എന്തായിരിക്കും, അതിന്റെ ഷേപ്പ് എന്തായിരിക്കും, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ റെക്കഗ്നീഷൻ എന്ന് പറയുന്ന ഈ ടേംസിനെ പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ യു ക്യാൻ സേ ഇൻ എ സൂപ്രാമോളിക്യൂൾ. ഓക്കെ, മറ്റൊരു ടേം ആണ് ദാറ്റ് ഈസ് കോംപ്ലിമെന്റാരിറ്റി. എന്താണ് കോംപ്ലിമെന്റാരിറ്റി എന്ന് വെച്ചാൽ, ഹോസ്റ്റ് മോളിക്യൂളിന് ചില ബൈൻഡിങ് സൈറ്റുകൾ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇവിടുത്തെ ഇതൊക്കെയാണ് ഈ ബൈൻഡിങ് സൈറ്റുകളായിട്ട് ആക്ട് ചെയ്യുക. ഇതിന്റെ സർഫസ് ആണ് അതിന്റെ ബൈൻഡിങ് സൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. ആ ബൈൻഡിങ് സൈറ്റുകൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഗസ്റ്റ്, അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഗസ്റ്റ് മോളിക്യൂളുകളെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം. എങ്കിൽ മാത്രമേ സൂപ്രാമോളിക്യൂൾ ഫോം ചെയ്യുള്ളൂ. ഇങ്ങനത്തെ ഒരു കാവിറ്റി ഇവിടെ ഉണ്ടായി, പക്ഷെ ആ കാവിറ്റിക്ക് ഒരു എന്താ പറയാ, ഒരു ചത്തതുപോലത്തെ ഒരു കാവിറ്റി ആയിക്കോട്ടെ, ഇതിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സൂപ്രാമോളിക്യൂൾ ഉണ്ടാകില്ല. ഐ മീൻസ് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ബാൻഡിങ് സൈറ്റുകൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഗസ്റ്റ് മോളിക്യൂളിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് തരത്തിലുള്ള കോംപ്ലിമെന്റാരിറ്റി ഉണ്ട്. വൺ ഇസ് വി കോൾഡ് ആസ് സൈസ് കോംപ്ലിമെന്റാരിറ്റി, രണ്ടാമത്തത് ഇലക്ട്രോണിക് കോംപ്ലിമെന്റാരിറ്റി. എന്താണെന്ന് നോക്കാം. അതിന് ഒന്നാമത്താണ് സൈസ് കോംപ്ലിമെന്റാരിറ്റി. നോക്കുക, ഇതൊരു ക്രൗൺ ഇതറാന്ന് വിചാരിക്കുക. ക്രൗൺ ഇതറിന്റെ സ്ട്രക്ചർ, അതിനൊരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിയുടെ സൈസ് 2.6 ആംസ്ട്രോങ് ആണെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ പൊട്ടാസ്യം എന്ന് പറയുന്ന ഒരു അയോൺ ഉണ്ട്, സോഡിയം ഉണ്ട്, റുബീഡിയം ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. സോഡിയത്തിന്റെ സൈസ് 2.3 ആംസ്ട്രോങ്, പൊട്ടാസ്യത്തിന്റെ 2.6 ആംസ്ട്രോങ്. ഇനിയിപ്പോൾ റുബീഡിയം ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി 3.5 ആംസ്ട്രോങ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഏറ്റവും അനുയോജ്യനായത് ഇതാണ് ഈ സൈസ് കോംപ്ലിമെന്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഗസ്റ്റും ഹോസ്റ്റും തമ്മിൽ സൈസുകൾ മാച്ച് ചെയ്യുക. അതായത് കോംപ്ലിമെന്ററി ഇൻ സൈസ് ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് സൈസ് കോംപ്ലിമെന്റാരിറ്റി എന്ന് പറയും. ഓക്കെ, രണ്ടാമത്തെ കോംപ്ലിമെന്റാരിറ്റി ആണ് ദാറ്റ് ഈസ് വി കോൾ ഇറ്റ് ആസ് ഇലക്ട്രോണിക് കോംപ്ലിമെന്റാരിറ്റി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഹോസ്റ്റ് മോളിക്യൂളിന് ഒരു ചാർജ് ഉണ്ടെന്ന് ഇരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഹാവ് പോസിറ്റീവ് ചാർജ് ആയിക്കോട്ടെ. ദെൻ ഇവിടെ ഗസ്റ്റ് മോളിക്യൂൾ ഉണ്ട്, പോസിറ്റീവ് ഗസ്റ്റ് മോളിക്യൂൾ ഉണ്ട്, നെഗറ്റീവ് ഗസ്റ്റ് മോളിക്യൂൾ ഉണ്ട്. തീർച്ചയായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവ് ഹോസ്റ്റ് മോളിക്യൂള് നെഗറ്റീവ് ഗസ്റ്റിനെ മാത്രമേ സ്വീകരിക്കുള്ളൂ. ഐ മീൻസ് ഇതിന് പൂരകമായിട്ടുള്ള അയോണുകളെ സ്വീകരിക്കുള്ളൂ, ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ചാർജ് നോക്കിയിട്ട്. ആ ഒരു ടേമിന് പറഞ്ഞ ഐ മീൻസ് ഇലക്ട്രോണിക് ചാർജിന്റെ ബേസിൽ ഉണ്ടാക്കുന്ന ഒരു കോംപ്ലിമെന്റാരിറ്റിക്ക് പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് ആസ് ഇലക്ട്രോണിക് കോംപ്ലിമെന്റാരിറ്റി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അവിടെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്കുലർ ഇന്ററാക്ഷൻ, അതായത് ഗസ്റ്റ് മോളിക്യൂളും ഹോസ്റ്റ് മോളിക്യൂളും തമ്മിലുള്ള ഇന്ററാക്ഷനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെയാണ് അയോൺ ഇന്ററാക്ഷൻ. അതായത് ഗസ്റ്റോ അയോൺ ആയിരിക്കും, ഹോസ്റ്റോ അയോൺ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയാം, ട്രിസ്
ഡയസോ ബൈസൈക്ലോ ഒക്ടൈൻ എന്ന് പറഞ്ഞ മോളിക്യൂളിന്റെ സ്ട്രക്ചറാണ് ഈ വരച്ചിരിക്കുന്നത്. നിങ്ങൾ പേടിച്ചു പോണ്ട. എങ്ങനെ വരക്കുക മീൻസ് ആദ്യം ഒരു ബെൻസീൻ റിങ് വരക്കാം. ആ ബെൻസീൻ റിങ്ങിന്റെ അതായത് 135 പൊസിഷനിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു ഗ്രൂപ്പ് വരക്കാം. എന്നിട്ട് ഇവിടെ വരക്കേണ്ടത് ഇവിടെ നൈട്രജൻ വരുന്ന രണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ നൈട്രജൻ വരുന്ന ഒരു സൈക്ലോഹെക്സൻ റിങ്, ഒരു സൈക്ലിക് റിങ് വരക്കാം. അതേപോലെ ഇവിടെയും ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് രണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ നൈട്രജൻ വരുന്ന ഒരു സൈക്ലിക് റിങ് വരക്കാം. ഇവിടെയും അതേപോലെ തന്നെ സൈക്ലിക് റിങ് വരക്കാം. ഇനി ഇവിടെയും ഒരു മിഥൈൽ ഗ്രൂപ്പ്, ഇവിടെയും മിഥൈൽ ഗ്രൂപ്പ്, ഇവിടെയും മിഥൈൽ ഗ്രൂപ്പ്, ഐ മീൻസ് 2, 4, 6 പൊസിഷനിൽ ഓരോ മിഥൈൽ ഗ്രൂപ്പും കൊടുക്കാം. ഇനി ഒരു കാര്യം കൊണ്ട് ചെയ്യണം, ദാറ്റ് ഈസ് ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു ബോണ്ട് കൂടി ഉണ്ടാവും. ഈ നൈട്രജനും നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതേപോലെ ഇവിടെയും ഒരു വൺ മോർ ബോണ്ട് ഈസ് ദ, അതേപോലെ തന്നെ ഇവിടെയും അടുത്തൊരു ബോണ്ട് ഉണ്ട്. ഇങ്ങനെ വരച്ചേക്കണം. ഐ മീൻസ് ബോണ്ട് രണ്ട് മെത്തിലീൻ ഗ്രൂപ്പുള്ള ബോണ്ടാണേ, മെത്തിലീൻ ഗ്രൂപ്പുള്ള ബോണ്ട്. ഇതാണ് മോളിക്യൂൾ. നിങ്ങൾക്കറിയാം ഇവിടെ നൈട്രജൻ ആറ്റത്തിന്റെ വാലൻസി 1, 2, 3, 4 4ആയ വാലൻസി. നൈട്രജൻ ആറ്റത്തിന്റെ വാലൻസി 4 ആകുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ മേലൊരു പ്ലസ് ചാർജ് ഉണ്ടാവും. അതേപോലെ ഇവിടെയും പ്ലസ് ചാർജ് ഉണ്ടാവും, ഇവിടെയും പ്ലസ് ചാർജ് ഉണ്ടാവും എല്ലാ നൈട്രജന്റെ മേലും. പക്ഷെ ഈ നൈട്രജന്റെ മേലെ പ്ലസ് ചാർജ് ഉണ്ടാവില്ല, കാരണം ഇതിന്റെ മേലെ 1, 2, 3 ബോണ്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാം ഈ മോളിക്യൂളിന് ടോട്ടൽ ആയിട്ട് ഒരു 3 പ്ലസ് ചാർജ് ഉണ്ട്. അപ്പൊ അതായത് നമ്മുടെ ഹോസ്റ്റ് മോളിക്യൂളിന് 3 പ്ലസ് ചാർജ്, ഇറ്റ്സ് എ ബിഗ് മോളിക്യൂളാ. ആ മോളിക്യൂളിലേക്ക് നിങ്ങൾ CN6 ടൈംസ് എന്നുള്ള 3- എന്ന് പറയുന്ന ഒരു ഗസ്റ്റ് മോളിക്യൂളിനെ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതും തമ്മിലുള്ള ഇന്ററാക്ഷൻ, ഇതും അയോൺ മീൻസ് ചാർജ്ഡ് സ്പീഷീസാ, ഇതും അയോണ. അങ്ങനെയാകുമ്പോൾ ദാറ്റ് ഇന്ററാക്ഷൻ ഈസ് വി കോൾ ഇറ്റ് ആസ് അയോൺ ഇന്ററാക്ഷൻ എന്നാണ് പറയുക. ഓക്കെ, രണ്ടാമതാണ് ദാറ്റ് ഈസ് അയോൺ ഡൈപോൾ ഇന്ററാക്ഷൻ. ഇതിന് എന്താ വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇതൊരു ബിഗ് മോളിക്യൂൾ, ഹോസ്റ്റ് മോളിക്യൂൾ. ഇതൊരു സൈക്ലിക് ക്രൗൺ ഈതേഴ്സ് ആണ്, അല്ലെ സൈക്ലിക് ഈതേഴ്സ് എന്നാ പറയാം. ഇതൊരു ന്യൂട്രൽ മോളിക്യൂളാ. പക്ഷേ ഈ ഓക്സിജന്റെ മേലെ പാർഷ്യൽ നെഗറ്റീവ് ചാർജുകൾ ഉണ്ടാവും, പാർഷ്യൽ നെഗറ്റീവ് ചാർജസ്. അങ്ങനെ പാർഷ്യൽ ഉദാഹരണം ഞാൻ പറഞ്ഞൂടെ, ദാറ്റ് ഇസ് HClന്റെ കേസിൽ ഈ എച്ചിന്റെ മേലെ പാർഷ്യൽ പ്ലസ്, ക്ലോറിന്റെ മേലെ പാർഷ്യൽ നെഗറ്റീവ്. ഇതിന് പറഞ്ഞവരാണ് വി കോൾഡ് ആസ് ഡൈപോൾ എന്നാ പറയാം. അതുപോലെ ഇതിന്റെ മേലെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ഉണ്ടാവും, ഈ കാർബണിന്റെ മേലെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ഉണ്ടാവും, കാരണം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ. അപ്പൊ ഇതിന്റെ മേലൊക്കെ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പം എനിക്ക് പറയാം ഇത് ഒരു ഡൈപോളിന്റെ ഒരു എൻഡാണ് ഇത്, ഇതും ഒരു ഡൈപോളിന്റെ എൻഡാ. ഇതൊക്കെ ഓരോ ഡൈപോളുകളുടെ എൻഡായിട്ട് ആക്ട് ചെയ്യും. കേൾക്കണേ. ഇനി അതിന്റെ ഇടയിലേക്ക് നിങ്ങൾ Na+ എന്ന് പറയുന്ന ഒരു അയോണിനെ ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും ഇവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും, ഇവിടെയും അട്രാക്ഷൻ ഉണ്ടാവും, ഇവിടെയും അട്രാക്ഷൻ ഉണ്ടാവും, ഒരു പാർഷ്യൽ അട്രാക്ഷൻ അവിടെ ഉണ്ടാവും. ദിസ് ഇസ് എ ഡൈപോൾ. ഇത് മോളിക്യൂളിലെ മൊത്തത്തിൽ എനിക്ക് ഒരു ഡൈപോൾ സ്പീഷീസിൽ പെട്ട എക്സാമ്പിൾ ആണ്. ആ ഡൈപോളും ഈ അയോണും തമ്മിൽ അട്രാക്ഷൻ, ദാറ്റ് ഇസ് വി കോൾഡ് ആസ് അയോൺ ഡൈപോൾ ഇന്ററാക്ഷൻ എന്നാ പറയാം. ഓക്കെ, മൂന്നാമത്തെ ടൈപ്പാണ് ഡൈപോൾ ഇന്ററാക്ഷൻ. ഞാൻ പറയുന്നു രണ്ട്, ഐ മീൻസ് ഹോസ്റ്റ് മോളിക്യൂളും ഗസ്റ്റ് മോളിക്യൂളും കീറ്റോൺ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാകുമ്പോൾ ഇവിടെ എനിക്ക് കാണാൻ പറ്റും ഇതിന്റെ മേലെ പാർഷ്യൽ നെഗറ്റീവ്, ഇതിന്റെ മേലെ പാർഷ്യൽ പോസിറ്റീവ്. ദിസ് എ ഡൈപോൾ. അതേപോലെ തന്നെ ഇതും പാർഷ്യൽ പോസിറ്റീവ്, പാർഷ്യൽ നെഗറ്റീവ്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതും ഡൈപോളാ. ഈ ഡൈപോളും തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ടാവും. ആ ഇന്ററാക്ഷൻ രണ്ട് തരത്തിലുണ്ട്. ചിലപ്പോഴേ ഈ ഓക്സിജന്റെ ഈ നെഗറ്റീവ് ചാർജ് അടുത്ത ഡൈപോളിന്റെ ഒരു എൻഡുമായിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ടാകാം. അങ്ങനത്തെ ഒരു ഇന്ററാക്ഷൻ പോസിബിളാ. ഇനി വേറെ തരത്തിലാകാം. ഇവിടെയും കീറ്റോൺ വരച്ച്, ഇവിടെയും കീറ്റോൺ വരച്ച്, രണ്ടും ഡൈപോൾസ് ആണ്. ഇതിന്റെ മേലെ പ്ലസും ഇതിന്റെ മേലെ നെഗറ്റീവും, ഇതിന്റെ മേലെ നെഗറ്റീവ്, ഇതിന്റെ മേലെ പ്ലസ് ആണെങ്കിൽ ഇങ്ങനൊരു അഡ്ജസ്റ്റ്മെന്റിൽ വരികയാണ്, ഇങ്ങനൊരു അറേഞ്ച്മെന്റിൽ വരികയാണെങ്കിൽ ഇവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഇവർ തമ്മിൽ അട്രാക്ഷൻ വരിക. ഇതുപോലത്തെ ഡൈപോൾ ഇന്ററാക്ഷനും പോസിബിൾ ആണ്. ഇതുപോലത്തെ ഡൈപോൾ ഇന്ററാക്ഷൻ ആണെങ്കിൽ ദ മോളിക്യൂൾ വിൽ ബി ഹൈലി സ്റ്റേബിൾ ആയിരിക്കും ഇതിനേക്കാൾ. ഓക്കെ, നാലാമത്തതാണ് കാറ്റയോൺ പൈ ഇന്ററാക്ഷൻ. വെരി സിമ്പിൾ ആണ്. ഇതൊരു കാറ്റയോണാ. ഇവിടെ ഇപ്പൊ ഒരു പൈ ബോൺസ് ഉണ്ട്. പൈ ബോണ്ട് ഈസ് പൈ ബോൺസിൽ എന്തായാലും നെഗറ്റീവ് ചാർജ്, ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ ഇവർ തമ്മിലൊരു അട്രാക്ഷൻ പോസിബിളാ. ഇതിനാ പറയാ വി കോൾഡ് ആസ് കാറ്റയോൺ പൈ ഇന്ററാക്ഷൻ. ഇതുപോലത്തെ മെറ്റൽ അയോൺ തന്നെ ആണെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ പ്രത്യേകിച്ച് ഈ പറഞ്ഞ അമിനോ ആസിഡ്സിന്റെ ഒക്കെ കേസിൽ RNH3+, ഐ മീൻസ് അമോണിയം സാൾട്ടുകൾ, പോസിറ്റീവ് ചാർജിൽ ക്വാട്ടർണറി അമോണിയം സാൾട്ടുകൾ, അവന്മാർ ഇതുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് ചില മോളിക്യൂളിലൊക്കെ. ഓക്കെ, അഞ്ചാമത്തെ ഇന്ററാക്ഷൻ ആണ് ദാറ്റ് ഈസ് പൈ ഇന്ററാക്ഷൻസ്. അതും ബട്ട് രണ്ട് പൈ ബോണ്ടുകൾ തമ്മിലുള്ള ഇന്ററാക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്. വൺ ഇസ് വി കോൾഡ് ആസ് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷനും അതേപോലെ തന്നെ എഡ്ജ് ടു ഫേസ് ഇന്ററാക്ഷനുമാണ്. ദാറ്റ് മീൻസ് ഇത്രയേ ഉള്ളൂ, രണ്ട് അരോമാറ്റിക് റിങ്ങുകൾ വരിക.
ഈ അരോമാറ്റിക്കിന്റെ ഈ പൈ ബോണ്ട് ഇവിടുത്തെ ഈ കാർബണുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, അതേപോലെ തന്നെ ഈ പൈ ബോണ്ട് ഇവിടുത്തെ കാർബണുമായിട്ടുള്ള ഈ ഒരു പൊസിഷനുമായിട്ടുള്ള ഇന്ററാക്ഷൻ, ദാറ്റ് ഇസ് ഈക്വൽ ആസ് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ എന്നാ പറയാം. ഇനി വേറൊന്നും കൂടി പോസിബിൾ ആണ്, എഡ്ജ് ടു ഫേസ് എന്ന സംഭവം. ഇതൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് പോലത്തെ സംഭവമാണ് ശരിക്കും. ഇവിടെ ഇപ്പം CH ബോണ്ട് ഉണ്ട്. ഈ CH ബോണ്ടിൽ Hന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ്, കാർബണിന് പാർഷ്യൽ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ പ്ലസും ഈ പൈ നമ്മൾ ഇന്ററാക്ഷൻ, ദാറ്റ് ഇസ് ഈക്വൽ ആസ് എഡ്ജ് ടു ഫേസ് ഇന്ററാക്ഷൻ. ഇതിന് മറ്റൊരു പേര് ഈക്വൽ ആസ് പൈ സ്റ്റാക്കിംഗ് എന്നൊക്കെ പറയും. ഇങ്ങനെ പൈ ബോണ്ടുകളുടെ ഫലമായിട്ട് അരോമാറ്റിക് റിംഗുകൾ ഇങ്ങനെ അടുക്കി വെക്കുക. ഓക്കെ, ഇത് പലപ്പോഴായിട്ട് നമ്മുടെ DNA സ്ട്രക്ചറിലൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന പൈ ഇന്ററാക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അടുത്ത ഒരു ടൈപ്പ് ഓഫ് മോളിക്കുലർ ഇന്ററാക്ഷൻ ആണ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെപ്പറ്റി ഒരു എസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് മനസ്സിലാക്കാം. ഹൈഡ്രജൻ ബോണ്ടിങ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക DH ദെൻ A, ഇങ്ങനെ ആയിക്കോട്ടെ. ഇവിടുത്തെ ഒരു മോളിക്യൂളിൽ DH എന്ന് പറയുന്നൊരു ബോണ്ട് ഉണ്ട്, മറ്റൊരു മോളിക്യൂളിൽ A എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ടെന്ന് ഇരിക്കുക. ഇവിടുത്തെ D എന്ന് പറഞ്ഞാൽ പിന്നെ ദാറ്റ് ഇസ് ഡോണർ ആറ്റം എന്നാ പറയാം. എക്ക് പറയാം ഈക്വൽ ടാസ് ആക്സെപ്റ്റർ ആറ്റം എന്നാ പറയാം. D ഇസ് യൂഷ്വലി ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ ആയിരിക്കും. A എന്ന് വെച്ചാൽ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം തന്നെയായിരിക്കണം, ഫ്ലൂറിനും ഓക്സിജൻ ആയിട്ട് തന്നെ ആവണം നിർബന്ധമില്ല. അതിന് മേലെ ലോൺ പേസ് ഉണ്ടാൽ മതി. ഐ മീൻസ് ക്ലോറിൻ ആറ്റം ആണെങ്കിലും പറ്റും. അങ്ങനെ ആവുമ്പോൾ ഈ DH ബോണ്ടിൽ Hന്റെ മേലെ പാർഷ്യൽ പ്ലസ് ചാർജ് ഉണ്ടാവും, ഇതിന്റെ മേലെ പാർഷ്യൽ നെഗറ്റീവ് ഉണ്ടാവും, എയുടെ മേലെ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഇവർ തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാവും. ആ അട്രാക്ഷൻ ഹൈഡ്രജൻ ബോണ്ടിങ് എന്നാ പറയാം. ഇനി ഈ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ മോഡ് ഓഫ് ഇന്ററാക്ഷൻ, എങ്ങനെയാണ് ഇത് ഇന്ററാക്ട് ചെയ്യുന്നത് അതിന്റെ ബേസിൽ പ്രൈമറി എന്നും സെക്കൻഡറി എന്നും ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതേപോലെ തന്നെ ദാറ്റ് ഇസ് സ്ട്രെങ്ത് ഓഫ് ഇന്ററാക്ഷൻ, എത്രമാത്രം സ്ട്രോങ് ആണ് ഈ ഹൈഡ്രജൻ ബോണ്ടിങ്, അതിന്റെ ബേസിൽ വി ക്യാൻ ക്ലാസിഫൈ ദം ഇൻ ടു സ്ട്രോങ്, മീഡിയം ആൻഡ് വീക്ക് ഹൈഡ്രജൻ ബോണ്ടിങ്. ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആദ്യം നമുക്ക് മോഡ് ഓഫ് ഇന്ററാക്ഷന്റെ ബേസിലെ ക്ലാസിഫിക്കേഷനിലേക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഈക്വൽ ടു പ്രൈമറി ഹൈഡ്രജൻ ബോണ്ടിങ് എന്നാ പറയാം. പ്രൈമറി ഹൈഡ്രജൻ ബോണ്ടിങ് നത്തിങ് ബട്ട് രണ്ട് മോളിക്യൂൾ തമ്മിൽ ഇന്ററാക്ഷൻ ആയിരിക്കും എപ്പോഴും. അത് തന്നെ വ്യത്യസ്ത തരത്തിലുണ്ട്. ഫോർ എക്സാമ്പിൾ ലീനിയർ, അതായത് DH എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും മറ്റൊരു മോളിക്യൂളിന്റെ A ആറ്റവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ DH എന്ന് പറഞ്ഞ ഇത് NH ആയിക്കോട്ടെ, ഈ A എന്ന് വെച്ചാൽ വാട്ടർ മോളിക്യൂളിന്റെ ഓക്സിജൻ ആയിക്കോട്ടെ, സ്വാഭാവികമായിട്ട് ഇവർ തമ്മിലൊരു ഇന്ററാക്ഷൻ ഉണ്ടാവും. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രൈമറി ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ ഒന്നാമത്തെ ലീനിയർ. എന്തുകൊണ്ട് ലീനിയർ എന്ന് പറയാൻ കാരണം ഇവർ തമ്മിലുള്ള ഈ ആംഗിൾ സാധാരണയായിട്ട് 180 ഡിഗ്രി ആയിരിക്കും. ഐ മീൻസ് ലീനിയർ വേ ഓഫ് അറേഞ്ച്മെന്റ് ആയിരിക്കണം. ഡിയും എച്ചും എയും സെയിം ലൈനിലായിരിക്കണം. അടുത്തത് ബെൻഡ് ആണെങ്കിൽ ഈ ഡിയും എച്ചും എയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ററാക്ഷൻ തന്നെയാണ്, പക്ഷേ എന്തല്ല അവർ തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി അല്ല. ഐ മീൻസ് ഒരു ബെൻഡ് ഷേപ്പിലുള്ള ഒരു ആംഗിളാണ് അവ ഉണ്ടാകുക. ദാറ്റ് ഇസ് ഈക്വൽ ടു ബെൻഡ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഇസ് ഈക്വൽ ടു ഡൊണേറ്റിംഗ് ബൈഫർക്കേറ്റഡ്. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞിരിക്കുന്ന NH ഗ്രൂപ്പ് ഈസ് ദ, അതേപോലെ തന്നെ ദാറ്റ് ഇസ് പറഞ്ഞിരിക്കുന്ന ഒരു A എന്ന് പറയുന്ന സ്പീഷീസും അടുത്തത് A എന്ന് പറയുന്ന സ്പീഷീസും, ഈ പറഞ്ഞ H ആറ്റം ഈ രണ്ട് A ആറ്റമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ബോണ്ട് ഫോം ചെയ്യുക. അതിനാ പറയുക ഈക്വൽ ടു ഡൊണേഷൻ ഈസ് ബൈഫർക്കേറ്റഡ്. ഡൊണേഷൻ മീൻസ് H ആണ് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്, അത് ബൈഫർക്കേറ്റ് ചെയ്ത് രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പിലേക്ക് ബൈഫർക്കേറ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് ആക്സെപ്റ്റിംഗ് ഈസ് ബൈഫർക്കേറ്റഡ്. ഐ മീൻസ് ഈ പറഞ്ഞ A എന്ന് പറയുന്ന മറ്റൊരു മോളിക്യൂളിന്റെ ആ ആറ്റം ഈ പറഞ്ഞിരിക്കുന്ന DH ഇപ്പൊ രണ്ട് ബോണ്ട് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഐ മീൻസ് ഇത് H2O മോളിക്യൂൾ ആയിക്കോട്ടെ, HOH അങ്ങനെ H2O മോളിക്യൂൾ, A എന്ന് പറയുന്ന മറ്റൊരു മോളിക്യൂൾ ഉണ്ട്. ആ മോളിക്യൂളിലെ A ആറ്റം, ആ A ആറ്റം ഇവിടെയും ബോണ്ട് ഫോം ചെയ്യുക, ഇവിടെയും ബോണ്ട് ഫോം ചെയ്യുക. ദാറ്റ് ഇസ് വി കോൾ ഇറ്റ് ആസ് ആക്സെപ്റ്റിംഗ് ഈസ് ബൈഫർക്കേറ്റഡ് എന്ന് പറയും. ഇനി അടുത്തതാണ് സെക്കൻഡറി ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയാം, ഹൈഡ്രജൻ ബോണ്ടിങ് ഇന്ററാക്ഷൻ എന്ന് പറയാം. DH ഗ്രൂപ്പ് DH ഗ്രൂപ്പ് DH ഗ്രൂപ്പ്, A എന്ന് പറയുന്ന ആക്സെപ്റ്റർ ആറ്റം വരേണ്ടിയിരിക്കാം. ഇവിടെ പോസിബിലിറ്റി എന്താ അറിയാം, ഈ H ഇതുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാം, ഇവൻ ഇതുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാം, ഇനി ഇവൻ ഇതുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാം, ഇതുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാം, ഇതുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാം. ഒരു ചങ്ങല പോലെ ഒരു ബോണ്ട് ഫോം ചെയ്തിരിക്കുക. അതിനാ പറയാം ഈക്വൽ ടു സെക്കൻഡറി H ബോണ്ടിങ്. സെക്കൻഡറി H ബോണ്ടിന്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും ഈ A മോളിക്കൂളും DH മോളിക്കൂളും നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ ഉണ്ടാവും. എല്ലായ്പ്പോഴും അട്രാക്ഷൻ ആണെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം, DH ഉം Aയും ഇങ്ങനെ നിൽക്കുന്നു. ഈ കേസിൽ A ഇവിടെ DH ഇവിടെ, ഇവിടെ DH ഇവിടെ A ഇവിടെ ആണെങ്കിൽ ദി അട്രാക്ഷൻ യു ക്യാൻ, അതായത് ഈ H ഉം A യും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും.
ഈ എച്ചും എയും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും, ഈ എച്ചും എയും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും. പക്ഷേ ഈ എച്ചും എച്ചും തമ്മിൽ റിപ്പൾഷൻ, ഇതും തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കേസിലാണെങ്കിൽ അട്രാക്ഷനും റിപ്പൾഷനും രണ്ടും വരാം. ചില മോളിക്കൂളിലൊക്കെ ഇതുപോലെ, ചില ബിഗ് മോളിക്കൂളിലൊക്കെ ഇതുപോലത്തെ കേസ് വരാം, ചില ബിഗ് മോളിക്കൂളിൽ ഇതുപോലത്തെ കേസും വരാം. ഇതാണ് സെക്കൻഡറി എച്ച് ബോണ്ടിങ് ഇന്ററാക്ഷൻ. ഓക്കെ, ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദി സ്ട്രെങ്ത് ഓഫ് ഇന്ററാക്ഷൻ ആണ്. അതിൽ ഒന്നാമത്തത് സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടിങ്. സാധാരണയായിട്ട് HF മോളിക്കൂളുകളിൽ H3O+ മോളിക്കൂളിലൊക്കെ കാണുന്നതാണ് സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്. ഫോർ എക്സാമ്പിൾ HFഉം ഇവർ തമ്മിലുള്ള, ദാറ്റ് ഇസ് യു ക്യാൻ ഡ്രോ, ഇത് HF ആണെങ്കിൽ ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ യു ക്യാൻ റെപ്രസെന്റ് ജസ്റ്റ് ലൈക്ക് ദിസ് വേ. ഇതൊരു സ്ട്രോങ് ഇന്ററാക്ഷന് എക്സാമ്പിൾ ആണ്, ഐ മീൻ സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടിന് എക്സാമ്പിൾ ആണ്. ഇനി അതേപോലെ തന്നെ ദാറ്റ് ഇസ് കോംപ്ലക്സ് ഓഫ് പ്രോട്ടോൺ സ്പോഞ്ച് എന്ന് പറയുന്ന മറ്റു സാധനമുണ്ട്. ഐ മീൻസ് ഇതൊരു കോംപ്ലക്സ്, ഇതൊരു സംഭവമായി, ഇതിവിടെ നൈട്രജന് മേലെ ലോൺ പെയർസ് ഉണ്ട്, ഇവിടെ ലോൺ പെയർസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദർ ഇസ് എ പോസിബിലിറ്റി, മീൻസ് ഇവിടുത്തെ ലോൺ പെയറും ഇവിടുത്തെ ലോൺ പെയർ നമ്മൾ റിപ്പൾസിന് സാധ്യതയുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇവിടെ നിങ്ങളൊരു H+ ഇൻസേർട്ട് ചെയ്യുക, യു ഇൻസേർട്ട് എൻ H+ ഈസ് ദ, തീർച്ചയായിട്ടും ഇവർ തമ്മിലൊരു ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യും, ഇവർ തമ്മിലും ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യും. അങ്ങനെയാകുമ്പോൾ ഇറ്റ് വിൽ ബിക്കംസ് മോർ സ്റ്റേബിൾ ആയിട്ട് മാറും. നേരത്തെ പറഞ്ഞ റിപ്പൾഷന് പകരം ഇവർ തമ്മിൽ അട്രാക്ഷന് സാധ്യത ഉണ്ടാവും. ഒരു കാര്യം മനസ്സിലാക്കുക, സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ദാറ്റ് ഇസ് ഇവർ തമ്മിലൊരു ആംഗിൾ ഉണ്ടല്ലോ, ദാറ്റ് ആംഗിൾ വിൽ ബി എത്ര ഡിഗ്രി ആയിരിക്കും എന്നറിയോ? 180 ഡിഗ്രി ആയിരിക്കും. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പാണ് ദാറ്റ് ഇസ് മീഡിയം എച്ച് ബോണ്ടിങ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വാഭാവികമായിട്ട് ഇതിന്റെ സ്ട്രെങ്ത് എന്തായിരിക്കും? കുറച്ച് കുറവായിരിക്കും അല്ലേ? അപ്പൊ സാധാരണയായിട്ട് ഓക്സിജൻ ആയിട്ടുണ്ടാക്കുന്ന ബോണ്ടുകൾ, അതായത് ബൈഫർക്കേറ്റഡ് ആയിട്ടുള്ള ബോണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ്ങാണ് സാധാരണയായിട്ട് വീക്കായി മാറിപ്പോവുക. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ ഇതിന് അമോണിയം സാൾട്ട് ആണ്. ഈ അമോണിയം സാൾട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ ഓക്സിജൻ ആയിട്ടും ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കി, ഈ ഓക്സിജൻ ആയിട്ടും ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കി. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഈ ഹൈഡ്രജൻ രണ്ട് ആറ്റങ്ങൾ, വ്യത്യസ്ത ആറ്റങ്ങളുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ബോണ്ടും വീക്കായിരിക്കും, ഈ ബോണ്ടും വീക്കായിരിക്കും. ഐ മീൻസ് വളരെ വീക്ക് ആവില്ല, ഒരു മീഡിയം എച്ച് ബോണ്ടിങ് ആയിട്ട് മാറും. ഇനിയൊരു കാര്യം മനസ്സിലാക്കുക, ഈ കേസിൽ ഇവർ തമ്മിലൊരു ആംഗിൾ ഉണ്ടാവും അല്ലേ? ആ ആംഗിൾ ഒരിക്കൽ നമ്മൾ നേരത്തെ 180 പ്രതീക്ഷിച്ചത്. ഈ കേസിൽ ആംഗിൾ സാധാരണയായിട്ട് 140 മുതൽ 178 ഡിഗ്രി വരെയൊക്കെ ഉണ്ടാവുക. മാത്രമല്ല ഈ HO ബോണ്ടിന്റെ ലെങ്ത്, HO ബോണ്ട് അല്ലെങ്കിൽ ഈ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ ലെങ്ത് നേരത്തെ പറഞ്ഞതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലായിരിക്കും. നേരത്തെ സ്ട്രോങ് ആയിരുന്നു ബോണ്ട്, ഇവിടെ വീക്ക് ആയതുകൊണ്ട് ബോണ്ട് ലെങ്ത് കുറച്ച് കൂടുതൽ. ബോണ്ട് ലെങ്ത് അല്ല, ഈ ബോണ്ടിന്റെ ലെങ്ത് കുറച്ച് കൂടുതലായിരിക്കും നേരത്തെ പറഞ്ഞതിനേക്കാൾ. ഓക്കെ, ഇനി ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് വീക്ക് ഹൈഡ്രജൻ ബോണ്ടിങ്. വീക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് ആരാ ഫോം ചെയ്യുന്ന വെച്ചാൽ വീക്ക് ഡോണർ ഗ്രൂപ്പ് ആയിട്ടുള്ള CH വിത്ത് വീക്ക് ആക്സെപ്റ്റർ ആയിട്ടുള്ള ബ്രോമിൻ പോലത്തെ ആറ്റങ്ങളുമായിട്ടുണ്ടാകുന്ന ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് വീക്ക് ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതെങ്ങനെയാണ് CH ബോണ്ടിലുള്ള Hന് എങ്ങനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യാൻ പറ്റുക? എല്ലാ CH ബോണ്ടിലുള്ള ഹൈഡ്രജനും ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യാൻ പറ്റൂല. ആ കാർബൺ ആറ്റത്തിന്റെ മേലെ, ഇത് CH ബോണ്ടാണ് ഇവിടെ ഉള്ളത്, പക്ഷേ ഈ കാർബൺ ആറ്റത്തിന്റെ മേലെ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ക്ലോറിൻ ഉണ്ട്. അപ്പൊ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന്റെ മേളത്തെ Hന് മാത്രമേ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ്? ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് തന്റെ ഭാഗത്തെ പിടിച്ചു വലിക്കും. ഇത് എങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹൈഡ്രജന്റെ മേലെ ഒരു പാർഷ്യൽ പ്ലസ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ദെൻ ഇവിടെ ഒരു ബ്രോമിൻ ആറ്റം ഉണ്ട്, ബ്രോമിന് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. അതുപോലെ തന്നെ അറൈൽ ഗ്രൂപ്പിലെ ഹൈഡ്രജൻ ആറ്റം, ദാറ്റ് ഈസ് ഇവിടെ CH ബോണ്ടാണ് ഉള്ളത്. ഇവിടെയും ഒരു അറൈൽ ഗ്രൂപ്പുള്ള CH ബോണ്ടാണ് ഇത്. മാത്രമല്ല സയനൈഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ ഈ CH ബോണ്ടിന് ഒരു പാർഷ്യൽ പ്ലസ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇവിടെ NC ബോണ്ടുണ്ട്, NAയുടെ മേലെ പാർഷ്യൽ നെഗറ്റീവ് ചാർജാ. ഇവർ തമ്മിലും ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. ദാറ്റ് മീൻസ് CH ബോണ്ടിലുള്ള Hനും ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് ദാറ്റ് ഹൈലി ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അതിന് മേലെ അറ്റാച്ച്ഡ് ആയിരിക്കണം. ഓക്കെ, പക്ഷേ അത്തരം ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് വെരി വീക്ക് ആയിരിക്കും. ഇത്രയാണ് ഈ പറഞ്ഞിരിക്കുന്ന സുപ്രാമോളിക്കുലർ കെമിസ്ട്രിയുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ. ഓക്കെ, താങ്ക് യു. ഇനി ഇതിന്റെ നോട്ട്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സുപ്രാമോളിക്കുലർ കെമിസ്ട്രി, ഇറ്റ് ഈസ് ദി കെമിസ്ട്രി ഓഫ് ബിഗ് മോളിക്യൂൾസ് ഫോംഡ് ബൈ അസോസിയേഷൻ ഓഫ് 2 or more chemical species held together by intermolecular force like hydrogen bonding, van der Waals force, pi interaction and electrostatic forces. It have a lot of importance in biological system. Some terms in supramolecular chemistry. Number 1, host. It is the large molecules or aggregates such as enzymes or synthetic cyclic compounds having a complementary binding site അല്ലെങ്കിൽ cavity. നിങ്ങളിവിടെ വരച്ച് വെക്കുക, അതിൻ്റെ അവിടെ ക്യാവിറ്റി കാണിക്കുക. ദെൻ ഇതാണ് ഹോസ്റ്റ് മോളിക്യൂൾ. ഇറ്റ്സ് എ ബിഗ് മോളിക്യൂൾ ആണ്, അതിൻ്റെ അടുത്തുള്ള ക്യാവിറ്റി ഇസ് ദ ഇറ്റ് ഈസ് എ മോളിക്യൂൾ
having a convergent binding site or Lewis base having donor atom. എങ്ങനെയും പറയാം. Gust. These are the chemical species including a monoatomic cation, simple inorganic anion, ion pair, or sophisticated molecules such as hormones, pheromones, or neutron transmitters. Then you draw the shape of a gust molecule. നമ്മൾ നേരത്തെ പറഞ്ഞ ഹോസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് വരച്ചേക്കാം. Gust is a species having divergent binding site. Usually it is a Lewis acid. Then you write that is gust host complex. Then when a specific gust molecules bind with a host molecule, then a host gust complex is formed. It is also known as a supramolecule. The binding force between gust and host is non-covalent interactions like H bonding, ionic bonding, van der Waals forces, and or hydrophobic interactions. Then you write a gust host complex ഇവിടെ വരച്ചേക്കുക. ഇത് ഗസ്റ്റ്, ഇത് ഹോസ്റ്റ്, ഇതിന്റെ ഇടയിലുള്ളത് ഗസ്റ്റ് ആക്കി കാണിച്ചേക്കാം. Then you write molecular recognition. It is a process in which the host molecules recognizes a specific gust molecule from a group of gust molecules, and it will give a specific function for supramolecules. It is based on the lock and key principle. Recognition is not a mere binding process, but it is a purposeful binding. Then you write ഇങ്ങനത്തെ ഒരു ഹോസ്റ്റ് മോളിക്യൂൾ വരക്കുക, ഇവിടെ ഒരു ക്യാവിറ്റി കാണിക്കുക. സൂട്ടബിൾ ഗസ്റ്റുകൾ ഇതൊക്കെയാണ്. പക്ഷേ നമുക്ക് വേണ്ട ഗസ്റ്റ് അപ്പോൾ ആരാണ് അപ്പോൾ ഇതാണ് സൂട്ടബിൾ ഗസ്റ്റ്. നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, this is our suitable gust. Then you write the binding of a host molecule with gust molecule will form a supramolecules characteristic by its thermodynamic and kinetic stability and selectivity. That is, by the amount of energy and of information brought into operation. Thus, the term molecular recognition gives us the information like the nature, number, and structure of binding site, rate of formation, and dissociation of supramolecules. Then complementarity. The term complementarity implies that the host molecule must have a binding site which can recognize the gust molecule and form host-gust complex. Type of complementarity: size complementarity, electronic complementarity. Size complementarity. It explains that only the gust molecule which have a correct size is suitable to bind with the host molecule. Consider crown ethers which have a cavity size of 2.6 Armstrong. You would write if it is a ether molecule and if it is a cavity, at this cavity have 2.6 Armstrong. Sodium size 2.6 അല്ല, സോഡിയത്തിന് 2.4 ആംസ്ട്രോങ് ആണ്. പൊട്ടാസ്യത്തിന്റെ 2.6 ആംസ്ട്രോങ്. ഇത് നിങ്ങൾ വെട്ടിയിട്ട് 2.4 ആംസ്ട്രോങ് ആക്കി മാറ്റണേ. Then therefore K plus is suitable. Thus the given crown ethers have a cavity size of 2.6 Armstrong. Thus the gust molecule K plus having the size of 2.6 Armstrong. Thus it will be perfectly fit in the cavity. Number 2, electronic complementarity. It means that if the host molecule have positive charge, then only the negative gust can bind with it and vice versa. Then you write this is a host molecule, it have a plus charge. Then gust molecule plus ഉണ്ട് minus ഉണ്ട്, പക്ഷേ ഈ നെഗറ്റീവിന് മാത്രമേ ഇവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. You write different types of molecular interaction. We know in supramolecule there is a non-covalent interaction between the gust and host molecule. Some of them are given below. Ion-ion interaction. Here the gust and host molecule are ions. Interaction between tris diazobicyclooctane which carries 3 positive charge with FeCN6 3-. Then you can, if you want to draw this one, this is the molecule. Then FeCN6 3-, it have actually 3- charge. It is the negative gust molecule. This is taken as host molecule. This is gust molecule. This have 3+ charges. Number 2, that is ion dipole interaction. Here usually host is a dipole molecule and gust is an ion. Interaction between alkali metal ion with macrocyclic crown ethers അതിനൊരു എക്സാമ്പിൾ ആണ്. Then you try to draw a macrocyclic crown ethers വരക്കുക, അതിൻ്റെ നടുക്ക് ഒരു Na+ വരച്ചാൽ കാര്യങ്ങളായി. In some cases a coordinate bond is formed between non-polarizable metal cation and hard bases. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇതൊരു ബൈപ്പിരിഡൽ, അങ്ങനത്തെ 3 ഉണ്ട്. ട്രൈസ്, ബൈപ്പിരിഡൽ ട്രൈസ്, റുഥേനിയം, ദാറ്റ് ഇസ് 2+ അയോൺസ്, അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ്. ഇവിടെ ഒരു ഇത് ബൈപ്പിരിഡിനാണ്, അത് വരച്ചേക്കണേ. ദാറ്റ് ഇസ് ദ മോളിക്യൂൾസ്. ഇനി സി dipole interaction. This is usually present if both gust and host molecule is dipole. This interaction may be either the attraction of single pole of the molecule,
with the single pole of the other molecule, that is type 1, or both the pair of one molecule with the both the pair of another molecule. Then you draw these figures. ഇങ്ങനെ വരച്ചേക്കുക, നമ്മൾ നേരത്തെ വരച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിങ്ങനെയും വരക്കുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് ഡൈപോൾ ഇൻട്രാക്ഷൻസ് ആണ്. അടുത്തൊരു ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ആണ്, ദാറ്റ് ഇസ് കാറ്റയോൺ പൈ ഇൻട്രാക്ഷൻ. ഇറ്റ് ഈസ് ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ആൽക്കലി ആൻഡ് ആൽക്കലിൻ എർത്ത് മെറ്റൽസ് cations with pi electrons of the C double bond C. It is very weak interaction and have important role in biological system. And നിങ്ങൾ Na+ EH2 double bond C നമ്മൾ interaction കാണിച്ചേക്കാം. Cation may be non-metallic molecules like RNH3+. ഇനി അടുത്തത് pi interaction or pi stacking interaction. Stacking. This type of interaction occurs between aromatic ring. There are two types, face to face and edge to face. Then you draw this way. This is face to face. It is the stacking interaction between the aryl ring. It is very important in stabilizing the DNA double helix structure. At the edge to face interaction ആണ്. Then you draw in this way, that is benzene ring ഇവിടെ വരക്കുക, ഇവിടെ H ഉണ്ട്, അത് നമ്മുടെ pi electrons ആയിട്ടുള്ള interaction. It is the considered like a weak form of H bonding between slightly electron deficient hydrogen atom of the one aromatic ring and the pi electron cloud of the another. In another interaction, that is van der Waals forces. It is the interaction of dipoles created by the instantaneous unbalanced electronic distribution in neutral molecules. എന്നിട്ട് ഇത് വരച്ചേക്കുക. ഇപ്പോൾ അതായത് യൂഷ്വലി ദാറ്റ് ഈസ് ഇവിടെ പ്ലസ് സൈൻ, ഇവിടെ മൈനസ് സൈൻ, ഇവിടെ പ്ലസ് സൈൻ, ഇവിടെ മൈനസ് സൈൻ, അങ്ങനെ ഇവർ തമ്മിൽ റിപ്പൾഷൻ ആയിരിക്കും ഉണ്ടാകുക. ഇത് അറ്റ് എ പെർട്ടിക്കുലർ മൊമെന്റിൽ ഈ ഒരു അറേഞ്ച്മെന്റിലേക്ക് വരാം. അത് അങ്ങനെ അൺബാലൻസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അങ്ങനെ ഇവിടുത്തെ പ്ലസ് ചാർജ് ഇവിടുത്തെ മൈനസ് ചാർജ് തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാകും. അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അത് അധികം നേരം അവിടെ നിലനിൽക്കില്ല, പെട്ടെന്ന് തന്നെ ആ അട്രാക്ഷൻ അവിടെ നിന്ന് ഇല്ലാതായി പോകും. അതുകൊണ്ട് തന്നെ ഈ ബോണ്ട് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ആയിരിക്കും. ഇറ്റ് ഈസ് വെരി വീക്ക് ആൻഡ് ലെസ് സ്പെസിഫിക്. ഇറ്റ് ഈസ് പോസിബിൾ ഇൻ ഓൾ കൈൻഡ് ഓഫ് മോളിക്യൂൾസ്. When the interactive molecules have surfaces with the complementary shape, as in the lock and key concept, the van der Waals interaction becomes more effective. അടുത്തത് hydrogen bonding ആണ്. And hydrogen bonding is represented as DH dot 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 A. ഇങ്ങനെ വരച്ചേക്കാം. Where D is a donor, usually highly electronegative atom like fluorine, oxygen or nitrogen. Then A is an acceptor, which is an electronegative atom having a lone pair. H bonding is very important in DNA strands where nucleopase recognizes its correct partner in a highly specific way through hydrogen bonding. There are two types of H bonding interaction. A, primary hydrogen bonding interaction. B, secondary hydrogen bonding interaction. First one, primary hydrogen bonding interaction. അതിൽ number 1 linear. You draw DHA ഇങ്ങനെ വരക്കുക. Next one bent, കുറച്ച് വളച്ച് വരച്ചേക്കുക. Then donating bifurcated. Then you draw this way. Next, accepting bifurcated. ഇങ്ങനെയും വരച്ചേക്കുക. Secondary hydrogen bonding interaction. It is the interaction between the neighboring groups. എന്നിട്ട് നിങ്ങൾ DH ഇങ്ങനെ വരക്കുക. This എന്നിട്ട് ഈ താഴത്ത് A വരക്കുക. ഇതിന്റെ തമ്മിൽ ഇൻട്രാക്ഷൻ കാണിക്കുക. This provide the attraction between the neighboring molecule. അടുത്തുള്ള മോളിക്യൂൾ തമ്മിൽ അട്രാക്ഷന് കാരണമാകും. ഇനി ഇങ്ങനെയും വരക്കുക. DHA, then A, ഇവിടെ താഴത്ത് DH, ഇവിടെ മേലെ A, then DHA ഇങ്ങനെ വരക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ തമ്മിൽ ഈ റിപ്പൾഷൻ കാണിച്ചേക്കാണ്. ഇവർ തമ്മിൽ റിപ്പൾഷൻ കാണിക്കുക. ബാക്കിയൊക്കെ അട്രാക്ഷൻ ആണ്. ദർ ഇസ് ബോത്ത് അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ. എന്നിട്ട് പറയാം ദിസ് റെപ്രസെന്റ് അട്രാക്ഷൻ, ദിസ് വൺ റെപ്രസെന്റ് റിപ്പൾഷൻ. വൺസ് അഗൈൻ യു റൈറ്റ് ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന പ്രൈമറി സെക്കൻഡറി ക്ലാസിഫിക്കേഷനും പറയാം. അത് കൂടാതെ hydrogen bonding is the master key interaction in supramolecular. George Jeffrey classified it into strong, medium and weak according to the energy of interaction. ഇങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്. A strong H bond. This type is commonly found in strong acids such as as in HF2 minus ion, or in oxonium ions, hydrated protons like H3O plus, H5O2 plus, H7O3 plus, generally H plus H2O n times, where n is equal to 1 to 6. It is also observed in the complexes of proton sponge, in which proton is shared more or less equally between the NMe twice groups, which are held in close proximity. നിങ്ങൾ അങ്ങനെ വരച്ച് നോക്കുക. രണ്ട് ബെൻസീൻ റിംഗ്, ദെൻ NMe twice ഗ്രൂപ്പ് ഇവിടെയുണ്ട്, NMe twice ഗ്രൂപ്പ് ഇവിടെയുണ്ട്, ഇവിടെ H+ ഉണ്ട്. ഇവർ തമ്മിലൊരു ഹൈഡ്രജൻ ബോണ്ടിങ് കാണിച്ചിരിക്കാം. പ്രസൻസ് ഓഫ് പ്രോട്ടോൺസ് റെഡ്യൂസസ് ദ റിപ്പൾഷൻ ഓഫ് ലോൺ പെയർ ഓഫ് നൈട്രജൻ ആറ്റം, എസ്പെഷ്യലി വെൻ ദേ ആർ വെരി ക്ലോസ്. Here attraction is favored. In strong H bond, XHX bond angle is 180 degree due to hydrogen bonding. Bond length of XH increases and the distance between X and X decreases. Medium H bonds.
It is usually formed by H attached to the oxygen atom, which are commonly found in biological system. It is very important in the stabilization of the tertiary structure of proteins. Here, HX angle range between 178 degree to 140 degree, and HX bond length is much higher than that in the strong H bond. In fact, about 20-25% of moderate strength H bonds are three-centered or bifurcated. So, of amines, the tendency towards bifurcation is in the following order: R3 N plus H, R twice NH plus H, R NH2 plus H, R NH3 H plus. അതായത് ഓരോ അമീൻസിൻ്റെയും കറസ്പോണ്ടിങ് സാൾട്ടുകളാണ്. ഇത് പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടേർഷറി അമീൻ എന്നൊക്കെ. യു ക്യാൻ സി ദാറ്റ് ഈ ടേർഷറി ഈ NH3 H പ്ലസിൻ്റെ കേസിലുള്ള ബൈഫർക്കേഷൻ ഇസ് ജസ്റ്റ് ലൈക്ക് ദിസ് വേ. R3 NH അതിൻ്റെ മേലത്തെ, ഐ മീൻസ് ഈ കോമ്പൗണ്ടിൻ്റെ മേലത്തെ ബൈഫർക്കേഷൻ നമ്മൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ദി എബോവ്, പക്ഷെ അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഈ പറഞ്ഞ ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് പ്രസന്റ് ഇൻ NH3 H+ ആണ്. ഇതിൽ ഏറ്റവും പവർ കുറവാണ്, ഇതിൽ ഏറ്റവും പവർ കൂടുതലാണ്. അത് പറയുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ദി അബോവ് ഓർഡർ ഷോസ് ദാറ്റ് ലെസ് ദി സ്റ്റെറിക് ഹിൻഡ്രൻസ് ഹയർ വിൽ ബി ബൈഫർക്കേഷൻ. ഇവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് വളരെ കൂടുതലാണ്. 3 R ഗ്രൂപ്പ് ഉണ്ട്, അപ്പം ബൈഫർക്കേഷൻ കുറവായിരിക്കും, അതിൻ്റെ ടെൻഡൻസി കുറവായിരിക്കും. ഈ കേസിൽ പിന്നെ സ്റ്റെറിക് ഹിൻഡ്രൻസ് വളരെ കുറവാണ്, ദെർഫോർ ബൈഫർക്കേഷന് കൂടുതൽ സാധ്യത ഈ മോളിക്യൂളാണ് കാണാൻ പറ്റുക. ഇനി മൂന്നാമത്തതാണ് ദാറ്റ് ഇസ് വീക്ക് ഹൈഡ്രജൻ ബോണ്ടിങ്. ഇറ്റ് ഈസ് വെരി വീക്ക് ഹൈഡ്രജൻ ബോണ്ട് formed by poor donor groups such as CH bond. Hydrogen in CH bond can form weak H bond if the carbon is attached to a very strong electronegative group, or it is a part of an arene, acetylene ethers, or chloroalkanes, and poor acceptors such as pi electron density and heavy atoms like bromine, sulfur, selenium, etc. Then you draw this one. I mean, ഇവിടുത്തെ CH ബോണ്ട് ഇവിടുത്തെ കാർബൺ അറ്റാച്ച്ഡ് ടു ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ക്ലോറിനാണ്. അത് BR ആയിട്ട് ബോണ്ട് ഫോം ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ വരച്ചു വെക്കാം. അതേപോലെ തന്നെ വൺ മോർ തിങ് ഇസ് ദാറ്റ് ഇവിടെ 135 ട്രൈ സയനോ ബെൻസീൻ ആണിത്. ദാറ്റ് വിത്ത് അനദർ CN ഗ്രൂപ്പായിട്ടുള്ള ഒരു ഇവിടുത്തെ CHലുള്ള H ഈ മറ്റൊരു സയനോ ഗ്രൂപ്പിലുള്ള നൈട്രജനുമായിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഈ പറഞ്ഞിരിക്കുന്ന വെരി വീക്ക് ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് എക്സാമ്പിളാണ്.